സംസാരിക്കാൻ പോയില്ല. പുള്ളി എന്തെങ്കിലും ചോദിക്കത്തില്ലേ കിച്ചണിൽ നിൽക്കുമ്പോഴോ, അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചോദിക്കാൻ അതിനുള്ള മറുപടി കൊടുക്കും. മനസ്സിലായില്ലേ? അത്ര തന്നെ. പിന്നെ ഞാൻ ഒരുപാട് മോഹം കൊടുക്കത്തില്ല, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ, ചിലപ്പോൾ ഇറങ്ങുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിന് ശേഷമോ എൻ്റെ നമ്പർ എടുത്തിട്ടോ അങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മറുപടി പറയാം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല, ഞാൻ ചേട്ടൻ ബ്രദറിനെ പോലാണ് കണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ കല്യാണം നോക്കുന്നുമില്ല, 2 വർഷം കഴിഞ്ഞിട്ട് നോക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ പുള്ളി പറയും ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയും, ഇല്ല ചേട്ടൻ ചേട്ടൻ അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് പറയും. ആ രീതിയിൽ കാണാൻ പറ്റില്ല എന്ന് പറയും. അത്രയും പറയും. ഇപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ചേട്ടാ ഞാൻ ബ്രദറിനെ പോലാണ് കാണിക്കുക അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അല്ല സോറി, ഇപ്പോൾ ഞാൻ 6 ദിവസം പുള്ളി ഭയങ്കര ഡൗൺ ആയിരിക്കും ചിലപ്പോൾ എന്നെ കാണുമ്പോൾ. ഇപ്പോൾ പുള്ളി കുറച്ച് ചിരിച്ച് കളിച്ച് ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പിയായിട്ട് നടക്കുകയാണ്. ആ സന്തോഷം കളയാൻ എനിക്ക് താല്പര്യമില്ല. ഞാനായിട്ട് എടുത്തടിച്ച് അയാളെ നിർത്തിയിട്ട് അവിടെ ഓഡിയൻസ് ഇരിക്കെ നമ്മൾ നിൽക്കില്ല, അതിൻ്റെ മുന്നിൽ വെച്ച് അയാൾക്ക് അങ്ങനെ ഇല്ല, അയാൾക്ക് ഇയാൾ ബ്രദറിനെ പോലും കണ്ടെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാത്തത്. പക്ഷേ നീ പറഞ്ഞിട്ടും തോന്നിട്ട് അങ്ങനെ അല്ലേ? അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു ബ്രദറിനെ ഉള്ള വാക്കുകൾ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും എന്താ ചിന്തിക്കുന്നത് അറിയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിന്തിക്കുന്ന കേട്ടാ, എനിക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ അത് പ്രപ്പോസ് ചെയ്യുള്ളൂ വ്യക്തിയെ. അപ്പോൾ ആ പുള്ളിയുടെ റിപ്ലൈ എന്ന് പറയുമ്പോൾ എല്ലാവരും മുന്നിൽ വെച്ച് ഞാൻ അനുവിനെ കണ്ടിരിക്കുന്നത് ഒരു സിസ്റ്ററിനെ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഉണ്ടാകുന്ന ഒരു വിഷമം. അപ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം ആരും കാണുന്നില്ല. മനസ്സിലായില്ലേ? അതൊക്കെ ആ ഒറ്റയ്ക്ക് ആ വിഷമം അനുഭവിച്ചാൽ കളയാം. ഇതെല്ലാവരും മുന്നിൽ പറയുന്ന ആണെങ്കിലും ചെയ്യുന്നവിടെ അത് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണ് തെറ്റാണ് പറ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആരുടെ മുന്നിൽ വെച്ച് ബ്രദർ എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കാത്തത്. ഇപ്പം ഈ ഒരു 6 ദിവസം അങ്ങനെ പോട്ടെ. അതെ, ഞാൻ പറഞ്ഞാൽ മതി, എന്നെ കൊണ്ടുപോകും. കേട്ടിട്ടുണ്ട് ഞാൻ ഈ പോയ സ്ഥലത്തിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നില്ലാണ്ട് എല്ലാണ്ട് എല്ലാ വീഡിയോസും എടുക്കുന്നുണ്ട്. ആകെ കൂടെ വ്യൂ എന്ന് പറയുന്നത് 150, അതിൽ കൂടുതലില്ല. മനസ്സിലായോ? 150 പേര് കണ്ടില്ലേ? 150 പേര് അത്രേ ഉള്ളൂ. 150 പേര് അതോടുകൂടെ വ്യൂ കഴിഞ്ഞു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പോയത് അത് കൊടുത്തിട്ടുണ്ട്, അതിനും 250 വ്യൂ. അത്രേ ഉള്ളൂ, എൻ്റെ വ്യൂ തീർന്നു. മനസ്സിലായോ? പിന്നെ ജയറാം സാറിൻ്റെ ഒപ്പമുള്ള ഒരു വീഡിയോ 1 മില്യൺ അടിച്ചു, 10 ലക്ഷം പേര് കണ്ടു. അങ്ങനെ കുറച്ച് 10 ലക്ഷം എന്ന് പറയാം. 1 മില്യൺ. ഷാനവാസിൻ്റെ പിന്നെ അങ്ങനെ ഒരുപാടുണ്ടാവുമല്ലോ, നമുക്ക് ആറ്റു നോറ്റിട്ടാണ് എൻ്റെ വിട്ടിട്ട് വേറെ കുറേ ആൾക്കാർക്ക് വലിയ കണക്ക് ഷാനവാസിനെ ടാഗ് ചെയ്തണ്ട ഇല്ല. ഓണം കോസ്റ്റ്യൂമൊക്കെ വേറെ ലെവലിൽ ഡിസൈൻ ചെയ്തിട്ട് ഇറക്കാം. ഒന്നേണ്ട ഓപ്പർച്യൂണിറ്റികളെ ഇത് കഴിഞ്ഞിട്ടുള്ള അതിനെ പറഞ്ഞപ്പോൾ മുതലുള്ള ചാട്ടാണ് വീട്ടിൽ ഞാൻ ഇത് തിന്ന് കൊടുത്ത മൈലാണ്. നൂറ ഞാനൊരു മോഡലാക്കും ഡെഫിനറ്റ്ലി. അല്ലേ നൂറ? നമ്മൾ വോക്ക് ചെയ്യും. കോൺട്രവേഴ്സി കോൺട്രവേഴ്സി ഞാൻ ഫസ്റ്റ് തന്നെ ചോദിക്കാം ഓൺലൈൻ മീഡിയ ഉണ്ടായില്ലേ? എനിക്ക് ശരിക്കും നല്ല മോഡലാവും. 100 എനിക്ക് തോന്നുന്നു ഈ സീസണിലെ മോഡൽ ഞാൻ എൻ്റെ ബ്രാൻഡ് നോക്കി വേണ്ടി എനിക്ക് മാത്രം നോക്കിയാൽ മതി കേട്ടല്ലോ. അല്ലാതെ ഒരു അല്ലാതെ ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റീനെ പുറത്തേക്ക് പോയിട്ട് നോക്കിയാൽ ഞങ്ങൾ വിടും ഞാൻ കേട്ടല്ലോ. അത്രേ ഉള്ളൂ. എൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഡൽ എന്നുള്ള ലേബൽ ഞങ്ങൾ മാറ്റും. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു മോഡലിംഗ് കമ്പനി, അങ്ങനെയല്ല ഏജൻസി. ഞങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്ലാറ്റ് പൂട്ടിയിട്ട് എൻ്റെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ 2 പേരും താമസിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 2 പേരും ആദ്യം ഭയങ്കര അടിയായിരുന്നു, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഭയങ്കര സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എനിക്കെന്നറിയില്ല, ഇപ്പോഴും അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കലൂർ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ നടക്കുന്നത് ഓടുന്നത്.